ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് വ്യാഴാഴ്ചയാണ്. നമ്മൾ മഗ്‌രിബോടെടുത്ത സമയത്താണ് പെരുന്നാളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറച്ച് മാങ്ങ ഇരുന്നു, അതൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചു അച്ചാറിടാൻ. പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു. പെട്ടെന്ന് പെരുന്നാളാണ് തക്ബീർ കേട്ട ഉടനെ തന്നെ അവിടെ പോത്തിനെയൊക്കെ അറുത്തു. ഇങ്ങനെ ഇറച്ചിയൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ മാങ്ങ അച്ചാർ രാത്രി തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാങ്ങ അച്ചാറിന് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് അത് കടുവൊക്കെ വറുത്ത് നല്ലെണ്ണ വാങ്ങിച്ച് അതിനകത്ത് അച്ചാർ ഞാനങ്ങ് ഇട്ടു. അതിൻ്റെ എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അച്ചാർ റെഡിയാക്കി അങ്ങനെ എല്ലാം കഴുകി പറക്കിയൊക്കെ വെച്ചതിന് ശേഷം കിടന്നുറങ്ങി. രാവിലെ സുബഹി ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. എല്ലാവരും എണീറ്റു. അങ്ങനെ കുളിച്ച് വൃത്തിയായിട്ട് ഞാൻ സുബഹിയൊക്കെ നിസ്കാരം കഴിഞ്ഞ് കിച്ചണിൽ കയറി. അത് കഴിഞ്ഞ് മക്കളെല്ലാവരും, ബാപ്പായും മക്കളും കുഞ്ഞു മക്കളും അവരെല്ലാവരും കൂടെ എണീറ്റ് അവരുടെ കുളിയും തന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാവരും പള്ളിയിൽ പോയി. അപ്പോൾ ഈസാമോന് സുന്നത്തൊക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിച്ചു. അങ്ങനെ ഈസാമോനും എല്ലാവരും പള്ളിയിൽ പോയിരിക്കുമായിരുന്നു. അങ്ങനെ അവർ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ മാങ്ങ അച്ചാറാണ്. അപ്പോൾ രാവിലെ അത് ഞാൻ ഒന്നും കൂടി ഒക്കെ ഒന്ന് ഇളക്കി പറക്കിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ അവനെ ഈസാമൻ കുളിച്ച് വന്നപ്പോഴത്തേന് ഞാനും കൂടെ പോയി ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അവന് പുതിയ ഡ്രസ്സ്, പെരുന്നാളിൻ്റെ ഡ്രസ്സാണ് അവൻ്റെ ഇത്. പിന്നെ മൂത്ത മോനാണ്, അവനിക്ക് മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്ത് അവൻ്റെ വാപ്പ. പിന്നെ ഞാൻ തൊപ്പിയെല്ലാം വെച്ച് കൊടുത്ത് അങ്ങനെ അവനെ ഒരുങ്ങി അവരെല്ലാവരും പള്ളിയിൽ പോയി. നമ്മുടെ തൊട്ട് മുറ്റത്ത് തന്നെയാണ് പള്ളി. ഒരു വീട് അങ്ങോട്ട് കഴിഞ്ഞാൽ പള്ളിയാണ്. അപ്പോൾ അവർ പള്ളിയിലൊക്കെ പോയി വഞ്ചിയിൽ പൈസ ഒക്കെ ഇട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ സുബഹിയുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. നേരത്തെ ആയിരുന്നു നമ്മുടെ വീട്ടിലവിടെ പെരുന്നാൾ നിസ്കാരം. സുബഹി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെരുന്നാൾ നിസ്കാരം 8 മണി ആയപ്പോഴത്തേന് അതുവരെ അവിടെ ഇരുന്നു. ഓതലും ഒക്കെ കേട്ട് അവരവിടെ ഇരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് എല്ലാം കേൾക്കാം. പിന്നെ അപ്പോഴത്തേന് അപ്പവും ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ വന്ന് എല്ലാവരുമായിട്ട് അപ്പവും ഇറച്ചിക്കറിയൊക്കെ കഴിക്കുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിൽ കയറി. ഞങ്ങൾ കിച്ചണിൽ കയറിയതിന് ശേഷം ഉച്ചക്കലത്തേക്കിന് നമുക്ക് കുറച്ച് നാടൻ ചോറൊക്കെ മതി, ബിരിയാണിയൊന്നും വേണ്ട. എല്ലാവർക്കും ക്ഷീണമായാലും എൻ്റെ വീട്ടിലൊക്കെ പോകണം. ഉമ്മ ഉണ്ട്, ഉപ്പ മരിച്ചിട്ട് 1 വർഷമായില്ലല്ലോ. അപ്പോൾ ഉമ്മയെ കാണണം. അപ്പോൾ ഞങ്ങളുടെ മോള് പ്രസവിച്ച് കിടക്കുന്ന അവളെയും കാണണം, ഉമ്മയെയും കാണാം. അങ്ങനെ ആദ്യം ഞാൻ കുടുംബത്താണ് പോയത്. എൻ്റെ കുടുംബം ഒരു 30 വർഷമായിട്ട് ഉള്ള വീടാണത്. അതിന് മുമ്പ് ഞങ്ങൾ വേറെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ കെട്ടിച്ചയച്ചതിന് ശേഷം അത് വിറ്റു. എല്ലാവർക്കും സ്ത്രീധനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടെല്ലാം വിറ്റു. പിന്നെ ഞാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി. ഈസാമോൻ്റെ പുളിയല്ലേ, അപ്പോൾ എല്ലാവർക്കും കുറച്ച് പായസമൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് പായസം ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞാണ് പിന്നെ അരിയൊക്കെ അടുപ്പിലിട്ട് അരിയൊക്കെ വെന്ത സമയത്ത് തന്നെ പായസം ഉണ്ടാക്കി. പിന്നെ കുറച്ച് പരിപ്പ് കറിയും പിന്നെ ഇറച്ചി രാവിലെ തന്നെ വെച്ചത് കൊണ്ട് പിന്നെ അത് കുറച്ച് അവിയലുണ്ടാക്കി, തോരനുണ്ടാക്കി, ഇഞ്ചി കറി വെച്ചു. അങ്ങനെ നാടൻ സദ്യ അങ്ങനെ അതെല്ലാം കൂട്ടി എല്ലാവർക്കും നാടൻ സദ്യ അങ്ങനെ പായസം വെച്ച് എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവരും ഇല വെട്ടിയിട്ടുണ്ടണമെന്ന് വിചാരിഞ്ഞു. അങ്ങനെ ഇലയൊക്കെ വെട്ടിയിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുടുംബത്തിൽ ഉമ്മ ഇല്ല. ഉമ്മ അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അങ്ങ് ഇളയമോൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അനിയത്തി ഇളയമോനും അടുത്തടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ ഞാനും മക്കളും ഹസ്ബൻഡ് വന്നിട്ടില്ല, അതിന് ക്ഷീണം പിടിച്ചങ്ങനെ കിടക്കും. അങ്ങനെ ഞങ്ങൾ കൊച്ചുമക്കളും എല്ലാം കൂടി ഞങ്ങളങ്ങ് എൻ്റെ കുടുംബത്ത് പോയി. കുടുംബമെന്ന് വെച്ചാൽ ഇപ്പം 30 വർഷമായിട്ട് അവിടെ 30,000 രൂപയ്ക്ക് 16 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചതാണ്. അതിന് മുമ്പുള്ളതെല്ലാം ഞങ്ങൾ വിറ്റു. ഞങ്ങൾ 4 പെൺകുട്ടികളായിരുന്നു. അവരെയൊക്കെ കെട്ടിച്ച് അവർക്ക് സ്ത്രീധനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം വിറ്റു. പിന്നെ വാപ്പ വാങ്ങിച്ചതാണ് 16 സെൻറ്റ് സ്ഥലം. അവിടെ അന്ന് വെറും വിലക്കുറവായിരുന്നു. അവിടെ 1 ഏക്കർ 80 സെൻറ്റ് ഉണ്ടായിരുന്നു. അന്ന് 1 ലക്ഷത്തിന് നമുക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവിടെ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയി വസ്തു. നമുക്കന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. 16 സെൻറ്റാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളന്ന് ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ
ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പത്തിന് ഒരു 3-3:30 മണിയായി കാണും. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ചെന്നപ്പോൾ നാത്തോടും മക്കളൊന്നും ഇല്ല. അവളവിടെ വീട്ടിൽ ആങ്ങളെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം ഭയങ്കര പുരോഗമനമൊക്കെ ആയിപ്പോയി. എൻ്റെ വീട് ഭയങ്കര ആരും താമസിക്കാൻ ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. 1-2 വീടേ ഉള്ളായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് താമസിക്കാൻ കൊള്ളത്തില്ലെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പറയുമായിരുന്നു പെൺകുട്ടികളൊന്നും അവിടെ താമസിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളവിടെ താമസിച്ച് നമുക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു പ്രശ്നവും അവിടെ നിന്ന് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ ആങ്ങളമാരും ഭാര്യമാരും. അവർക്കും ഒരു കുഴപ്പമില്ല, നമുക്കും ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. വാപ്പ ഇല്ലെന്നുള്ളൊരു ഒറ്റ പ്രയാസം ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം സമയത്തൊക്കെ വാപ്പ ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മുടെ വാപ്പ നമ്മുടെ കൂടെ ഇല്ല. വാപ്പായ്ക്ക് ഷുഗറൊക്കെ കൂടി കാലൊക്കെ മുറിച്ചു, ഒട്ടിന് താഴെ വെച്ച് കാലൊക്കെ മുറിച്ചിട്ടാണ്. വാപ്പ ഇല്ലാത്തൊരു പെരുന്നാളാണ്. വാപ്പ ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കാത്തിരിക്കും നമ്മളെ. അങ്ങനെ നമ്മൾ ചെന്നിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. നമ്മൾ 6 മക്കളും ഒരുമിച്ചിരുന്ന് വാപ്പാടെ വീട്ടിൽ നിന്ന് കഴിക്കും. അങ്ങനെ ഈ പ്രാവശ്യം അതിനുള്ള യോഗം ഇല്ലാതെ പോയി. പഠിച്ചവന് പുറത്ത് മറന്നത്ത് തന്നെ വാപ്പാക്ക് കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാം ചോറെല്ലാം കഴിഞ്ഞതിന് ശേഷം വാപ്പാടെ ഖബറിൻ്റെ അടുത്താണ് ഫസ്റ്റ് പോയത്. അപ്പോൾ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ മതിലിന് പുറത്ത് ചെയ്ത് കൊച്ചുമക്കൾ അകത്ത് കയറി ഖബർ സിയാറത്തും ചെയ്ത് അവർ ദുആയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായിട്ട്. എപ്പോഴും വിചാരിക്കും ഒരു ലോങ് വീഡിയോ എടുക്കാം. അങ്ങനെ സ്പീഡൊന്നും വെച്ചില്ല. കുറേ ദിവസം കൊണ്ട് ഇത് എടുത്ത് വെച്ചിരിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പനിയും ആയിപ്പോയി. പിന്നെ പനിക്ക് മരുന്ന് കുടിച്ച് ക്ഷീണം പിടിച്ച് പനി അങ്ങോട്ട് മാറുന്നതുമില്ല. ചുമയുണ്ട്, ശ്വാസമുട്ടലുണ്ട്. നോമ്പെല്ലാം കഴിഞ്ഞല്ലേ, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. ഇതാണ് എൻ്റെ വീട്, എൻ്റെ സ്വന്തം നാടും വീടും ഇതാണ്. ഈ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ആദ്യത്തെ വീടുണ്ടായിരുന്നത്. പക്ഷേ മരുമക്കളൊക്കെ സിറ്റ് ഔട്ടിൽ കയറിയിരുന്നു. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ആൾമാരവിടെ നിന്ന് ചിപ്സും ലേസും ഒക്കെ തിന്ന്. പിന്നെ ഞങ്ങൾ ചെന്നാലിരിക്കാനും മുറ്റത്തൊരു ബെഞ്ച് പണിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ചെടികളുണ്ട്. കിണറൊക്കെ എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ മുക്കിയെടുക്കാം. തൊട്ടിയും കയറൊന്നും വേണ്ട, ബക്കറ്റിട്ട് മുക്കി കോരിയൊക്കെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇഷ്ടംപോലെ ചെടികളും പയറ്, തക്കാളി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എലിഞ്ഞിപ്പുളി അങ്ങനെ കുറേ പിന്നെ കൃഷിയൊക്കെ ഉണ്ട്. ചീനി എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വസ്തുവാണ് നമുക്ക് 1 ഏക്കർ 80 സെൻറ്റ് നമുക്ക് പറഞ്ഞ 1 ലക്ഷം രൂപയ്ക്ക്. ഇപ്പം സെൻറ്റിന് ഇത് വയലായിരുന്നു. ഇപ്പം മണ്ണെല്ലാം 10 സെൻറ്റ് വാങ്ങിച്ച് വീടൊക്കെ വെക്കുകയാണ്. ഇപ്പം നല്ല അടിപൊളി സ്ഥലമായിട്ട് മാറി. റോഡുണ്ട്. അന്ന് നടന്നു വരുന്ന വഴിയേ ഉള്ളായിരുന്നു. ഞങ്ങൾ മുകളിൽ റോഡിൽ നിന്ന് മണ്ണ് ചിമ്മി കല്ലും കട്ടെല്ലാം ചിമ്മി വന്നാണ് അന്ന് ഈ വീട് വെച്ചത്. ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ മണ്ണ് കൊണ്ട് കട്ട ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരു റൂമുണ്ടായിരുന്നു. ആ ഒരു റൂമിനകത്താണ് ഞങ്ങൾ 6 മക്കൾ, വാപ്പായും ഉമ്മായും വാപ്പുമ്മായും എല്ലാവരും കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീട് വെച്ചത്. ഇത് 2 റൂമേ ഉള്ളായിരുന്നു. പിന്നെ ഇളയ ആങ്ങളെയാണ് ഫ്രണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാർത്തൊരു സിറ്റ് ഔട്ടും ഒരു ഹാളും ഒരു ബെഡ്റൂമും ഉണ്ടാക്കിയത്. അന്ന് ചെറുപ്പമല്ലേ, എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഒരുത്തന് 7 വയസ്സും ഒരുത്തന് 5 വയസ്സേ ഉള്ളായിരുന്നു. ഇപ്പോൾ പിന്നെ അവരൊക്കെ വളർന്ന് വലുതായി. അപ്പോൾ അവനുണ്ട്, മൂത്തവനാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ എപ്പോഴും ഒന്നും പോകത്തില്ല. വാപ്പ മരിച്ചനൊക്കെ ഈ വീട്ടിലിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. വാപ്പ മരിച്ച് 10 കൊല്ലം എല്ലാം കഴിഞ്ഞ് വാപ്പ ഇവിടെ നിന്നും അല്ല മരിച്ചത്, ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ച് അനിയത്തിയുടെ വീട്ടിലാണ് കൊണ്ടുവന്നത്. ഇവിടുന്ന് നമുക്ക് വഴിയൊന്നും അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അനിയത്തിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. പെരുന്നാളുണ്ട്, അതിന് പുളിയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെയൊക്കെ പെരുന്നാളൊക്കെ ഇങ്ങനെ ആയിരുന്നു.
അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ എൻ്റെ വീട് സ്ഥലവും നാടും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. എ സിയോ ഫാനോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്ക് നല്ല കാലാവസ്ഥ. ഇവിടെ വന്നാൽ പോകാനൊന്നും തോന്നത്തില്ല, കാരണം അത്രയ്ക്കും തണുപ്പാണ്. അങ്ങോട്ട് വയൽ, കുളം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ദിവസം ഇനി പകൽ രാവിലെ വന്ന് വൈകുന്നേരം വരെ അവിടെ നിന്ന് വീഡിയോ എടുക്കണം. അത്രയ്ക്കും അങ്ങനെ സ്ഥലങ്ങളും വയലും തോടും ചിറയും എല്ലാം ഉണ്ട് തൊട്ടടുത്ത്. ഇപ്പോൾ ഈ വൈകിട്ട് 3 മണിക്ക് വന്നത് കൊണ്ട് അങ്ങോട്ടൊന്നും നടന്ന് പോയി എടുക്കാനൊന്നും പറ്റത്തില്ല. കണ്ടില്ലേ, എല്ലാ കൃഷിയും ഉണ്ട്.